ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. Premier genuine leather footwear. രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നാടിന്റെ കായിക പാരമ്പര്യം വാനോളം ഉയർത്തേണ്ട ദേശീയ കായിക മാമാങ്കം അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കൂത്തരങ്ങായി മാറുകയാണെന്ന വസ്തുതകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ്. കളി കഴിഞ്ഞ ശേഷം കളി ഉപകരണങ്ങൾ എത്തുന്നതും ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ദിശാസൂചകങ്ങൾ കോഴിക്കോട്ട് അനാഥമായി കിടക്കുകയാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ധനമന്ത്രി മാണിയുടെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നാഷണൽ ഗെയിംസ് സംഘാടകരുടെ കെടുകാര്യസ്ഥതയുടെ കൂടുതൽ തെളിവുകൾ പുറത്ത്. ലക്ഷങ്ങളുടെ സൈൻ ബോർഡുകൾ മൂലയിൽ. നാദാപുരം തൂണേരിയിൽ ഉണ്ടായ അക്രമത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സംഭവസ്ഥലം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സന്ദർശിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. നാദാപുരം തൂണേരിയിൽ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പ്രദേശത്ത് സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മരിച്ച ഷിബിന്റെ കുടുംബത്തിനുള്ള ധനസഹായം മുഖ്യമന്ത്രി കൈമാറി. നാദാപുരം തൂണേരിയിൽ അക്രമ സംഭവങ്ങളുണ്ടായ പ്രദേശങ്ങൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരുടെ സംഘം സന്ദർശിച്ചു. മരിച്ച ഷിബിന്റെ കുടുംബത്തിനുള്ള ധനസഹായം മുഖ്യമന്ത്രി വീട്ടിലെത്തി കൈമാറി. അക്രമത്തിനിരയായ വീടുകളും മുഖ്യമന്ത്രിയും സംഘവും സന്ദർശിച്ചു. പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നഷ്ടപരിഹാരം കണക്കാക്കാൻ മന്ത്രി എം.കെ. മുനീർ ചെയർമാനായി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചതായും അദ്ദേഹം പറഞ്ഞു. 2 ആഴ്ചയ്ക്കുള്ളിൽ കമ്മിറ്റി റിപ്പോർട്ട് നൽകും. അക്രമ സംഭവങ്ങളിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പിന്നീട് പരിശോധിക്കും. 2 ആഴ്ചയ്ക്കുള്ളിൽ പരിക്കു പറ്റിയവരുടെയും നാശനഷ്ടം വന്നിട്ടുള്ള വീടുകളുടെയും ഒരു പ്രത്യേക ഒരു നോംസ് അവർ തന്നെ ഉണ്ടാക്കി അതിന്റെ റിപ്പോർട്ട് വന്നാൽ ഏറ്റവും വേഗത്തിൽ ഈ കുടുംബങ്ങൾക്കും വേണ്ട സഹായം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രിമാരായ പി.കെ. കുഞ്ഞാലിക്കുട്ടി, എം.കെ. മുനീർ, കെ.പി. മോഹനൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം.പി. തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. ബാർക്കോഴ വിഷയത്തിൽ ധനമന്ത്രി കെ.എം. മാണിയുടെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അഴിമതി മന്ത്രിയെ കൊണ്ട് ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിപ്പിക്കില്ലെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി. സുധീർ പറഞ്ഞു. ബാർക്കോഴ കേസിൽ ധനമന്ത്രി കെ.എം. മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രകടനമായി എത്തിയ പ്രവർത്തകർ പോലീസ് ഉയർത്തിയ ബാരിക്കേഡ് തകർത്ത് മുന്നേറാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. തുടർന്ന് നടന്ന ധർണ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി. സുധീർ ഉദ്ഘാടനം ചെയ്തു. അഴിമതിക്കാരനായ മന്ത്രി മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി. സുധീർ പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ ഒത്തുകളി രാഷ്ട്രീയത്തിന് യുവമോർച്ചയെ കിട്ടില്ലെന്നും പി. സുധീർ കൂട്ടിച്ചേർത്തു. ഇവിടെ CPM-കാരൻ ഒത്തുതീർപ്പുണ്ടാക്കും, DYFI-കാരൻ ഒത്തുതീർപ്പുണ്ടാക്കും, മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിയമസഭയ്ക്ക് അകത്തും ഉണ്ടാക്കും. കെ.എം. മാണിയെ അവതരിപ്പിക്കാൻ പറ്റുന്ന അവരാദ്യം പറയാം, അവസാനം അവർ സമ്മതിക്കും. പക്ഷേ യുവമോർച്ച ഇവിടെ പ്രഖ്യാപിക്കുകയാണ്, കെ.എം. മാണി ധനകാര്യമന്ത്രി എന്ന നിലയ്ക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ നിയമസഭ കോമ്പൗണ്ടിനകത്ത് കാലുകുത്തില്ല, അത് കുത്തിക്കാൻ യുവമോർച്ച അനുവദിക്കില്ല. ഒരു സംശയം വേണ്ടതാണ്. ഉദ്ഘാടനത്തിന് ശേഷം ബാരിക്കേഡ് തകർത്ത് മുന്നേറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ തിരിച്ചയക്കുകയായിരുന്നു.
മാർച്ചിന് യുവമോർച്ച നേതാക്കളായ ആർ മഞ്ജുനാഥ്, കെ ബബീഷ്, സുഗീഷ് കൂട്ടാലിട, കെ ടി ബിബിൻ, സി വി ശ്രീധർമ്മൻ, പ്രഫുൽ കൃഷ്ണൻ, സുബിനീഷ്, പ്രേംജിത്ത്, അനൂപ്, കെ സിനൂബ്രാജ് എന്നിവർ നേതൃത്വം നൽകി. സംഘാടകരുടെ ദൂർത്തിന്റെ ദിശാസൂചികയായി മാറുകയാണ് ദേശീയ ഗെയിംസിന് നിർമ്മിച്ച സൈൻ ബോർഡുകൾ. ലക്ഷങ്ങൾ കൊടുത്തു നിർമ്മിച്ച ദിശാസൂചികകൾ ഗെയിംസ് വേദികളിൽ പലയിടങ്ങളിൽ ഉപയോഗശൂന്യമായി കൂട്ടിയിട്ടിരിക്കുകയാണ്. കോഴിക്കോട് ബ്യൂറോയുടെ റിപ്പോർട്ട്. ആവശ്യത്തിനും അനാവശ്യത്തിനും പ്ലാസ്റ്റിക് ഷീറ്റുകളും ഫ്ലെക്സ് ബോർഡുകളും ഉപയോഗിക്കുന്ന ഇക്കാലത്ത് മുളയിൽ തീർത്ത ദിശാസൂചികകൾ ഉപയോഗിക്കുക എന്നത് തീർച്ചയായും നല്ല ആശയം തന്നെ. ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടതിൽ ദേശീയ ഗെയിംസ് അധികൃതരെ നമുക്കും അഭിനന്ദിക്കാം. എന്നാൽ ലക്ഷങ്ങൾ വില കൊടുത്തു നിർമ്മിച്ച ഈ സൈൻ ബോർഡുകൾ എന്തു ചെയ്തുവെന്നറിയാൻ ഗെയിംസ് വേദികളിലൂടെ ഒന്ന് സഞ്ചരിക്കുക. ഇത് ദേശീയ ഗെയിംസിന്റെ കോഴിക്കോട്ടെ സംഘാടക സമിതി ഓഫീസ് നിലകൊള്ളുന്ന ഇൻഡോർ സ്റ്റേഡിയം പരിസരം. ഭക്ഷണ ഹാളിലേക്കും വേദികളിലേക്കും പാർക്കിംഗ് ഇടങ്ങളിലേക്കും മറ്റും സൂചന നൽകുന്ന നിരവധി ദിശാസൂചികകളാണ് ഇവിടെ ഇത്തരത്തിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് കേവലം സൈൻ ബോർഡുകളല്ലേ, വലിയ മുതൽ മുടക്കില്ലല്ലോ എന്നതാണ് നിലപാടെങ്കിൽ തിരുത്താൻ സമയമായി. 900 രൂപയാണ് ഒരു സൈൻ ബോർഡിന്റെ വില. ഇത്തരത്തിൽ 139 എണ്ണമാണ് ഒരു വേദിയിലേക്ക് മാത്രം വാങ്ങിയത്. അതായത് മൊത്തം 29 വേദികളിലേക്കായി 4031 ബോർഡുകൾ, 36 ലക്ഷം രൂപയുടെ കരാർ. ഇത്തരത്തിൽ വലിയ വില കൊടുത്തു വാങ്ങിയ ദിശാസൂചികളിൽ 10% പോലും ഉപയോഗിച്ചിട്ടില്ല. സംസ്ഥാന ബാംബു കോർപ്പറേഷനാണ് ഗെയിംസിന് വേണ്ട ദിശാസൂചികകൾ നിർമ്മിച്ചു നൽകിയത്. നാഷണൽ ഗെയിംസ് സംഘാടകരുടെ പിടിപ്പുകേടിന്റെയും ധൂർത്തിന്റെയും മറ്റൊരു സൂചകമായി മാറുകയാണ് വേദികൾക്കരികിൽ കൂട്ടിയിരിക്കുന്ന ദിശാസൂചികകൾ. NP ഷക്കീർ, ന്യൂസ് ഡെസ്ക്. ചുമർചിത്രകലയിൽ നൽകിയ സമഗ്ര സംഭാവനകളെ വിലയിരുത്തി ഈ വർഷത്തെ ഒയിസ്ക കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് പ്രശസ്ത ചുമർചിത്രകാരൻ KK വാര്യർ അർഹനായി. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ KK വാര്യർ മുൻ മന്ത്രി MT പത്മയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി. ഈ വർഷത്തെ ഒയിസ്ക കർമ്മശ്രേഷ്ഠ അവാർഡിന് പ്രശസ്ത ചുമർചിത്ര കലാകാരൻ KK വാര്യർ അർഹനായി. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ മന്ത്രി MT പത്മയിൽ നിന്നും KK വാര്യർ അവാർഡ് ഏറ്റുവാങ്ങി. പല ഗ്രന്ഥശാലകളിലും അന്വേഷിച്ചിട്ടും ഗുരുനാഥന്മാരായിട്ട്, ഈ പ്രഗത്ഭന്മാരായിട്ടുള്ള ചിത്രകാരന്മാരായിട്ട് സംസാരിച്ചിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവനവന്റെ ജീവിത മണ്ഡലത്തിൽ പ്രതിഫലേച്ഛയില്ലാതെ സുസ്ഥിരമായ സേവനങ്ങൾക്ക് അംഗീകാരമായി ഒയിസ്ക വർഷം തോറും നൽകി വരുന്ന അവാർഡാണ് ഒയിസ്ക കർമ്മശ്രേഷ്ഠ അവാർഡ്. ചുമർ ചിത്രകലയിൽ KK വാര്യർ നൽകിയ സമഗ്ര സംഭാവനകൾ വിലയിരുത്തിയാണ് ഒയിസ്ക അദ്ദേഹത്തിന് ഈ പുരസ്കാരം നൽകിയത്. ചിത്രകലാധ്യാപകനായി വിരമിച്ച അദ്ദേഹം ഇപ്പോൾ ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ സന്ദർശക അധ്യാപകനായും കൊച്ചിയിലെ ഇന്ത്യൻ സ്കൂൾ ഓഫ് ആർട്ടിസ്റ്റ് ഡയറക്ടറുമായി പ്രവർത്തിക്കുകയാണ്. ചിത്രകലയെക്കുറിച്ചുള്ള ആധികാരികമായ ലേഖനങ്ങളും ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റേതായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പ്രാചീന ചുമർ ചിത്രകലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സെമിനാർ സംഘടിപ്പിച്ചു. കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചുമർ ചിത്ര പ്രദർശനവും നടന്നു. ഒയിസ്ക ഇന്റർനാഷണൽ ഡയറക്ടർ M അരവിന്ദ ബാബു ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. പൂക്കാട് കലാലയം ടീച്ചർ UK രാഘവൻ, DD മാത്യൂസ്, സീന വിജയൻ, PK നളിനാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പാവനിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. ചാച്ചാജി നഗർ ഹാളിൽ ആരംഭിച്ച ശില്പശാല ആർട്ടിസ്റ്റ് ഷാജു വർണ്ണശാല ഉദ്ഘാടനം ചെയ്തു. ശില്പശാല ഈ മാസം 10-ന് സമാപിക്കും. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴിക്കോട് പഠന കേന്ദ്രം പാവനിർമ്മാണ ശില്പശാല ചാച്ചാജി നഗർ ഹാളിൽ സംഘടിപ്പിച്ചു. 60ഓളം കുട്ടികളാണ് പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. ചാർട്ട് പേപ്പർ, ന്യൂസ് പേപ്പർ, ഗ്ലാസ് പേപ്പർ തുടങ്ങിയവ ഉപയോഗിച്ചാണ് പാവ നിർമ്മിക്കുന്നത്. അരീക്കോട് ഗവൺമെന്റ് UP സ്കൂൾ അധ്യാപകൻ പ്രശാന്ത് കൊടിയത്തൂർ ആണ് കുട്ടികൾക്ക് ക്ലാസ് നൽകുന്നത്. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ക്ലാസ് സംഘടിപ്പിക്കാറുണ്ട്. പാവ നിർമ്മാണ ശില്പശാല കൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്, യോഗ ക്ലാസ് എന്നിവയും സൗജന്യമായി നൽകുന്നു. എല്ലായ്പ്പോഴും കുട്ടികൾക്ക് ഏറെ സഹായകമായ ക്ലാസുകളാണിവ. ശില്പശാല 10-ന് സമാപിക്കും. ഇത് NCDC ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ പപ്പറ്റ് മേക്കിംഗ് കോഴ്സ് ഇവിടെ കൊടുക്കുന്നത്. എല്ലാ വർഷവും ഇത് ഉണ്ടാവാറുണ്ട്. 4 സെന്ററിൽ നിന്നുള്ള കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് അവർക്ക് ഒരു മാനസിക ഉല്ലാസം മാത്രമല്ല, അവർക്ക് സ്വയം തൊഴിൽ ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടി ഇതിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ പുറത്തുള്ള കുറച്ച് പേരും ഇതിൽ വരുന്നുണ്ട്. ആർട്ടിസ്റ്റ് ഷാജു വർണ്ണശില്പശാല ഉദ്ഘാടനം ചെയ്തു. സെന്റർ ഇൻചാർജ് ഗ്രീത P അധ്യക്ഷം വഹിച്ചു. NCDC ട്രെയിനി ജസ്ന P, പ്രശാന്ത് കൊടിയത്തൂർ, സിജി പ്രഭ, മംഗളാദേവി തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തയിൽ ഒരിടവേള.
Galaxy, made of ABS material. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. പരിസ്ഥിതിക്ക് ഏറെ പരിക്കേൽക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഗാന്ധിയൻ ചിന്തകൾക്ക് ഏറെ പ്രശസ്തിയുണ്ടെന്ന് ഇന്ത്യൻ കൌൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് മുൻ ചെയർമാൻ ഡോക്ടർ MGS നാരായണൻ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിസ്ഥിതി സംരക്ഷണവും ഗാന്ധിജിയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഏകദിന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്റർനാഷണൽ സെന്റർ ഫോർ ഗാന്ധിയൻ തോട്ട്സിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണവും ഗാന്ധിജിയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഏകദിന സെമിനാർ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഇന്ത്യൻ കൌൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് മുൻ ചെയർമാൻ ഡോക്ടർ MGS നാരായണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതിക്കേറെ പരിക്കേൽക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഗാന്ധിയൻ ചിന്തകൾക്ക് ഏറെ പ്രശസ്തിയുണ്ടെന്ന് MGS പറഞ്ഞു. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഗാന്ധിജി പറഞ്ഞ നെയ്ത്ത് നോക്കണം, ഖാദി കൊടുക്കണം, മെയിൽ തുണി വർജിക്കണം, വിദേശ വസ്ത്രങ്ങൾ വർജിക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. ചടങ്ങിൽ ICGT പ്രസിഡന്റ് തെന്നല G ബാലകൃഷ്ണപിള്ള അധ്യക്ഷം വഹിച്ചു. മനുഷ്യപുരോഗതിക്കും വികസനത്തിനുമായി പ്രകൃതിയെ നാം അമിതമായി ചൂഷണത്തിന് വിധേയമാക്കുന്നു. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ മാറ്റങ്ങളും കാലാവസ്ഥ വ്യതിയാനങ്ങളും മൂലം പ്രകൃതിയുടെ നിലനിൽപ്പിനു തന്നെ ഇത് ഏറെ ഭീഷണിയാകുന്നുണ്ട്. ഇത്തരം പ്രശ്നത്തെ നിലനിർത്തിയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. മനുഷ്യശേഷിയെ പിന്തള്ളി യന്ത്രങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പ്രകൃതിയെ വൻതോതിൽ ചൂഷണം ചെയ്യുന്ന സമ്പ്രദായങ്ങളെ എതിർത്തിരുന്ന മഹാത്മാഗാന്ധിജിയുടെ പ്രകൃതി രക്ഷാ ജീവന തന്ത്രങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പ്രശസ്ത ചിത്രകാരി അനുഷ മാർട്ടിൻ വരച്ച പ്രകൃതി കറുപ്പിലും വെളുപ്പിലും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള എണ്ണച്ചായ ചിത്രങ്ങളുടെ പ്രദർശനവും കേരള പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ മൊബൈൽ യൂണിറ്റ് ഒരുക്കുന്ന ചിത്രങ്ങളുടെ പ്രദർശനവും സെമിനാറിന്റെ ഭാഗമായി നടന്നു. മുൻ MLAയും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ KA ചന്ദ്രൻ, UK കുമാരൻ, UT രാജൻ, KS പണിക്കർ, T ബാലകൃഷ്ണൻ, KG ബാബുരാജ്, ബേപ്പൂർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഒമാനിലെ സോഹാർ തുറമുഖത്ത് നിന്ന് സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്ന മലേഷ്യൻ കപ്പലിൽ വയറുവേദന കാരണം അവശനിലയിലായ കപ്പൽ ജീവനക്കാരനെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലേഷ്യൻ കപ്പലായ MT ബംഗ അങ്സാനയിലെ ഇലക്ട്രിക്കൽ ഓഫീസറാണ് ഇദ്ദേഹം. ബേപ്പൂർ തീരത്തിന് 57 നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ കടുത്ത വയറുവേദനയുമായി ബുദ്ധിമുട്ടിയ പാകിസ്ഥാനി കപ്പൽ ജീവനക്കാരനെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലേഷ്യൻ കപ്പലായ MT ബംഗ അങ്സാനയിലെ ഇലക്ട്രിക്കൽ ഓഫീസറായ പാകിസ്ഥാൻ സ്വദേശി ഖാൻ മുഹമ്മദ് റിയാസിനെയാണ് ഇന്ത്യൻ തീര സംരക്ഷണ സേന രക്ഷിച്ചത്. മുഹമ്മദ് റിയാസിനെ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയറുവേദന കുറഞ്ഞതിനാൽ തൽക്കാലം ശസ്ത്രക്രിയ വേണ്ടെന്ന് ഡോക്ടർമാർ തീരുമാനിച്ചു. 2 ദിവസം നിരീക്ഷണത്തിൽ പാർപ്പിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഒമാനിലെ സോഹറിൽ നിന്നു സിംഗപ്പൂരിലേക്ക് എണ്ണയുമായി പോവുകയായിരുന്നു മലേഷ്യൻ കപ്പൽ. കപ്പലിൽ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 29 ജീവനക്കാരുണ്ടായിരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിൽ തന്നെ റിയാസിന് പ്രഥമ ശുശ്രൂഷ നൽകിയിരുന്നു. ബേപ്പൂർ തീരത്ത് എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഗോഡ്സെക്ക് രാജ്യത്ത് സ്മാരകം ഉയരില്ലെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകണമെന്നാവശ്യപ്പെട്ട് CMPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രചരണ പരിപാടികൾ ആരംഭിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി സോഷ്യോ വാസു ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിയുടെ ഘാതകനായ ഗോഡ്സെക്ക് രാജ്യത്തെവിടെയും സ്മാരകം ഉയരില്ലെന്ന് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് ഉറപ്പു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CMP ഫറോക്ക് ഏരിയ കമ്മിറ്റി നടത്തുന്ന പ്രതിഷേധ പ്രചരണ പരിപാടികളുടെ ഉദ്ഘാടനം സ്വാതന്ത്ര്യ സമര സേനാനി സോഷ്യോ വാസുവേട്ടൻ നിർവഹിച്ചു. ഫറോക്ക് ഏരിയയിൽ നിന്നും CMP അയക്കുന്ന 1000 കത്തുകളുടെ തുടക്കം ആദ്യ കത്തെഴുതി ഒപ്പിട്ട് നൽകി വാസുവേട്ടൻ നിർവഹിച്ചു. സാമ്രാജ്യത്തിന്റെ കാലഘട്ടങ്ങളിൽ പോലും വിജാത്തമായിട്ടുള്ള പല പരിപാടികളും നമ്മുടെ ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നു. അതിന്റെ ഭവിഷ്യത്ത് നാം അനുഭവിക്കാനും പോവുകയാണ്. CMP ഫറോക്ക് ഏരിയ സെക്രട്ടറി ബൈജു P സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി G നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. NP അബ്ദുൾ ഹമീദ്, PP ഫൗസിയ, VM അജയൻ, K സുബ്രഹ്മണ്യൻ, സുധീഷ് ഫറൂഖ്, P അച്യുതൻ, C അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ പാവപ്പെട്ട 3 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു കൊടുത്ത സ്വപ്നഭവനത്തിന്റെ താക്കോൽദാനം കണ്ണാടിക്കുളത്ത് നടന്നു. MA ബേബി MLA താക്കോൽദാനം നിർവഹിച്ചു. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ 3 നിർധന കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളിൽ ആദ്യത്തേതിന്റെ താക്കോൽദാനം CPM
പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി നിർവഹിച്ചു. ചെറുവണ്ണൂർ കണ്ണാട്ടിക്കുളത്ത് നടന്ന ചടങ്ങിൽ പീച്ചനാരി വസന്തയ്ക്ക് സ്വപ്നഭവനത്തിന്റെ താക്കോൽ MA ബേബി കൈമാറി. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം നമ്മെ പലപ്പോഴും അന്ധാളിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ഉത്കണ്ഠപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. പലതരം അതിക്രമങ്ങൾ നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു. സ്വാഗത സംഘം ചെയർമാൻ PC രാജൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ T ചന്ദ്രബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T മൊയ്തീൻ കോയ, കൌൺസിലർ ശ്രീജ ഹരീഷ്, M ഗിരീഷ്, PBCA സംസ്ഥാന പ്രസിഡന്റ് K പ്രദീപൻ, സെക്രട്ടറി CK വേലായുധൻ, ജില്ലാ പ്രസിഡന്റ് P ബാബുരാജ്, സെക്രട്ടറി VP ഹമീദ്, M ഗോപാലകൃഷ്ണൻ, P സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. A ഷൺമുഖൻ സ്വാഗതവും K കൃഷ്ണൻകുട്ടി നന്ദിയും പറഞ്ഞു. വാർത്തയിൽ മറ്റൊരിടവേള. Galaxy made of ABS material. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. സഹപാഠിക്കൊരു വീട് പദ്ധതിയുടെ താക്കോൽ ദാനം ചാലിയം ഉമ്പിച്ചി ഹാജി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നിർമ്മാണം പൂർത്തിയായ ആദ്യ വീടിന്റെ താക്കോൽ ദാനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി MK മുനീർ നിർവഹിച്ചു. ഫറോക്ക് ചാലിയം ഉമ്പിച്ചി ഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സഹപാഠിക്കൊരു വീട് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം ആപ്കോ ഗ്രൂപ്പ് ചെയർമാൻ AP അബ്ദുൽ കരീം ഹാജി നിർവഹിച്ചു. സ്കൂൾ PTA, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഉദാരമതികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് വീട് പൂർത്തിയാക്കിയത്. PTA പ്രസിഡന്റ് EP നസീബ് അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന പ്രഥമാധ്യാപകൻ PK കുഞ്ഞിക്കോയ, P ഗിരിജ എന്നിവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ ഉപഹാര സമർപ്പണം നടത്തി. പ്രിൻസിപ്പൽ AV സയ്യിദ് ഹിസാമുദ്ദീൻ, CC സലീം, സ്കൂൾ മാനേജർ K മുഹമ്മദ് അബ്ദുറഹ്മാൻ, BBO സൈദലവി, KC അഷ്റഫ്, M ഷഹർബാൻ, M മൂസക്കോയ, A അബ്ദുറഹ്മാൻ, O ജയശ്രീ, K അബ്ദുൾ റഹ്മാൻ, V സൈദലവി, സ്കൂൾ ലീഡർ ലുക്മാനുൽ ഹക്കീം, M അഫ്സത്ത് എന്നിവർ സംസാരിച്ചു. ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് ഓഫ് യൂണിയൻ കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലാ സമ്മേളനം ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ A വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ വിദ്യാലയങ്ങളിൽ 1:30 അനുപാതത്തിൽ പുതിയ അധ്യാപക തസ്തിക സൃഷ്ടിച്ച് പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തണമെന്ന് ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ M വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ TK അബ്ദുൽ ഗഫൂർ അധ്യക്ഷം വഹിച്ചു. ജില്ലാ സെക്രട്ടറി TK പ്രവീൺ, സംസ്ഥാന സെക്രട്ടറി OM രാജൻ, ജില്ലാ പ്രസിഡന്റ് N ബഷീർ, NGO അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി NP ബാലകൃഷ്ണൻ, M മധു, V ശിവദാസൻ, DCC സെക്രട്ടറി M റഫീഖ് അഹമ്മദ്, P കുഞ്ഞി മൊയ്തീൻ, VP ബഷീർ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാഭ്യാസ സമ്മേളനം KPCC സെക്രട്ടറി K പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ GHSS PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷം വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ആദം ഉൽസി മുഖ്യാതിഥിയായി. GSTU സംസ്ഥാന കൌൺസിലർമാരായ T അശോക് കുമാർ, ബാബു തത്തക്കാടൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് P മാധവദാസ്, C ബാവക്കുട്ടി, TP രാജേഷ്, P പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു. പഠന ക്ലാസിൽ ജെയിംസ് ജോൺ അധ്യക്ഷം വഹിച്ചു. ജില്ലാ സെക്രട്ടറി PK അരവിന്ദൻ ക്ലാസ് എടുത്തു. PP രാജേഷ്, ശശിധരൻ അരിഞ്ചേരി, കരോളിൻ പ്രസന്ന എന്നിവർ സംസാരിച്ചു. ഇനി ഉത്സവ വാർത്തകൾ. നടുവട്ടം പിണ്ണാണത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികൾ സമാപിച്ചു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് താലപ്പൊലി മഹോത്സവം നടന്നത്. പുലർച്ചെ ഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിച്ചു. നാഗപൂജ, നട്ടത്തിറ, പ്രഭാത പൂജ,
കലശം എഴുന്നള്ളത്ത്, പ്രസാദഊട്ട്, വെള്ളാട്ട്, താലപ്പൊലി, വിവിധ തിറകൾ എന്നിവ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ബേപ്പൂർ പള്ളിയറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനം. പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെയായിരുന്നു ഉത്സവാഘോഷ പരിപാടികൾ ആരംഭിച്ചത്. കലശം എഴുന്നള്ളത്ത്, വെള്ളാട്ട്, തിറ, താലപ്പൊലി എന്നിവ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. വൈകിട്ട് നടന്ന കുട്ടിച്ചാത്തൻ വെള്ളാട്ട് കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തിന്റെ കൊടിയേറ്റം ഫെബ്രുവരി 10 രാത്രി 9 മണിക്ക് നടക്കും. പറവൂർ രാകേഷ് തന്ത്രിയുടെയും മേൽശാന്തി ഷിബു ശാന്തിയുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുകയെന്ന് ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രനും ജനറൽ സെക്രട്ടറി എഴുത്തുപള്ളി അനിരുദ്ധനും പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 11 മുതൽ 17 വരെ വൈവിധ്യമാർന്ന പരിപാടികൾ ഉണ്ടാകും. നടുവട്ടം, പരച്ചനങ്ങാടി, കാരപ്പറമ്പ്, നെല്ലിക്കോട്, വെസ്റ്റിയിൽ, നടക്കാവ് എന്നിവിടങ്ങളിൽ നിന്ന് പ്രാദേശിക കമ്മിറ്റികളുടെ ആഘോഷവരവും ഉണ്ടാകും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മുതൽ 2:30 വരെ അന്നദാനവും എഴുന്നള്ളിപ്പിനു ശേഷം ആനയൂട്ടും നടക്കും. ഗുരുവായൂർ കേശവൻകുട്ടി, ഗുരുവായൂർ വലിയ വിഷ്ണു, ഗുരുവായൂർ അച്യുതൻ, ഗുരുവായൂർ ചെന്താമരാക്ഷൻ എന്നീ ഗജവീരന്മാരാണ് ഇക്കൊല്ലത്തെ ശിവരാത്രി ആഘോഷത്തിനെത്തുന്നത്. 16 ക്ഷേത്രകുളത്തിൽ തെപ്പരഥോത്സവം നടക്കും. വാർത്തകൾ ചുരുക്കത്തിൽ. AWH എഞ്ചിനീയറിംഗ് കോളേജ് ടെക്നിക്കൽ ഫെസ്റ്റ് ഫെബ്രുവരി 18, 19 തീയതികളിൽ നടത്തും. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ സർഗാത്മകവും പുതുമയാർന്നതുമായ സാങ്കേതിക നൈപുണ്യങ്ങൾ 2 ദിവസത്തെ ആത്മ ഫെസ്റ്റിൽ പ്രദർശിപ്പിക്കപ്പെടും. DRDO, KICB, ഇന്ത്യൻ റെയിൽവേ, ഫ്ലൈവീൽ ഓഫ് റോഡ്, 4x4 ട്രയൽ, ഡ്രോൺ ഡാൻസ് തുടങ്ങിയ വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ പ്രകടമാക്കുന്ന സ്റ്റാളുകൾ പ്രദർശനത്തിന്റെ ഭാഗമായി ഉണ്ടാകും. ഡോക്ടർ മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചുവെന്ന തരത്തിലുള്ള പ്രചരണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം. ആഴക്കടലിലെ മത്സ്യസമ്പത്ത് പ്രയോജനപ്പെടുത്തുവാൻ വൻകിട ട്രോളറുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ആവശ്യമായ പരിശീലനവും ഉപകരണവും നൽകി സജ്ജമാക്കാനാണ് കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കേണ്ടതെന്നും ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം ആവശ്യപ്പെട്ടു. മലബാർ പ്രൊഡ്യൂസ് മർച്ചന്റ്സ് അസോസിയേഷൻ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 11 സുഗന്ധവ്യഞ്ജന കേരോൽപ്പന്ന വ്യാപാരങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിക്കുന്നു. സെമിനാർ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. സെമിനാറിനോടനുബന്ധിച്ച് ഉൽപ്പന്നങ്ങളുടെ എക്സ്പോ ഉണ്ടായിരിക്കും. 11 മുതൽ 13 വരെ നീളുന്ന എക്സ്പോ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് ചെയർമാൻ ഡോക്ടർ A. ജയതിൽ IAS ഉദ്ഘാടനം ചെയ്യും. വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികളുടെ പെയിന്റിംഗ് എക്സിബിഷൻ ഫെബ്രുവരി 10 മുതൽ 14 വരെ കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ വെച്ച് നടക്കും. ഹെൽത്ത് കെയർ ഫൗണ്ടേഷന് കീഴിൽ കട്ടിപ്പാറ പഞ്ചായത്തിൽ നിലകൊള്ളുന്ന കാരുണ്യതീരം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലെത്തുന്നത്. പ്രദർശനങ്ങളുടെ ഉദ്ഘാടനം ഫെബ്രുവരി 10 വൈകിട്ട് 4 മണിക്ക് യുവ സാഹിത്യകാരിയും വികലാംഗക്ഷേമ പ്രവർത്തകയുമായ ഷബ്ന പൊന്നാട് നിർവഹിക്കും. ഗിരീഷ് പുത്തഞ്ചേരി കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞിട്ട് ഫെബ്രുവരി 10 5 വർഷം തികയുന്നു. ഈ അവസരത്തിൽ കോഴിക്കോട് ഗ്രാൻഡ്മ ബുക്സ് ഒരുക്കുന്ന ഓർമ്മ പുസ്തകം ഗിരീഷ് പുത്തഞ്ചേരി നോവിന്റെ ഒരു ഓർമ്മ ഫെബ്രുവരി 10 കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ വെച്ച് പ്രകാശനം ചെയ്യും. MT വാസുദേവൻ നായർ പ്രകാശന കർമ്മം നിർവഹിക്കും. MP വീരേന്ദ്രകുമാർ പുസ്തകം ഏറ്റുവാങ്ങും. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയായി പങ്കെടുക്കും. VR സുധീഷ് പുസ്തകം പരിചയപ്പെടുത്തുമെന്നും സംഘാടകർ അറിയിച്ചു. മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡ് വികസനം യാഥാർത്ഥ്യമാക്കാൻ ഡോക്ടർ MGSന്റെ നേതൃത്വത്തിൽ കൂട്ട ഉപവാസം നടത്തും. ഫെബ്രുവരി 11 ബുധനാഴ്ച കലക്ടറേറ്റിന് മുൻപിലാണ് ഉപവാസ സമരം. കൂട്ട റിലേ ഉപവാസത്തിൽ കലാ, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ പ്രവർത്തകർ, കോർപ്പറേഷൻ കൌൺസിലർമാർ എന്നിവർ പങ്കെടുക്കും. MK രാഘവൻ MP നിരാഹാര സമരത്തിൽ മുഴുവൻ സമയം പങ്കെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. തുടർന്ന് ഹർത്താൽ, റോഡ് ഉപരോധം തുടങ്ങിയ സമരമുറകളും പരിഗണിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. കേരള നദ്വത്തുൽ മുജാഹിദീൻ ബേപ്പൂർ മണ്ഡലം മദ്രസ സർഗമേള വിവിധ പരിപാടികളോടെ നടുവട്ടം അൽമനാർ സ്കൂളിൽ നടന്നു. ന്യൂസ് കേരള പത്രാധിപർ നിസാർ ഓളവണ്ണ സർഗമേള ഉദ്ഘാടനം ചെയ്തു. 4 സ്റ്റേജുകളിൽ ഹിഫ്ള്, തജ്മീദ്, ബാങ്ക്, പ്രസംഗം, സംഘഗാനം, പോസ്റ്റർ രചന, കൈയെഴുത്ത് തുടങ്ങി 35-ൽ പരം ഇനങ്ങളിൽ വിവിധ മദ്രസകളിൽ നിന്നായി 500-ൽ പരം പ്രതിഭകൾ പങ്കെടുത്തു. P. കമാൽ നടുവട്ടം ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷം വഹിച്ചു. KNM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സലാം വളപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. KNM ബേപ്പൂർ മണ്ഡലം സെക്രട്ടറി കരീമുല്ല ഖാൻ, റിഫാസ്, ജൌഫർ മൌലവി തുടങ്ങിയവർ സംസാരിച്ചു.
കോഴിക്കോട് അമൃത വിദ്യാലയത്തിന്റെ വാർഷികാഘോഷ പരിപാടികൾ വിപുലമായി സ്കൂളിൽ നടന്നു. അഡീഷണൽ ജില്ലാ ജഡ്ജി കെ ബൈജുനാഥ് മുഖ്യാതിഥിയായി. കോഴിക്കോട് മാതാ അമൃതാനന്ദമയി മഠാധിപതി സ്വാമി വിവേകാമൃത ചൈതന്യ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജ് RMO ഡോക്ടർ സി ശ്രീകുമാർ ആശംസ പ്രസംഗം നടത്തി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ധനമന്ത്രി മാണിയുടെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച നടത്തിയ കലക്ട്രേറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നാഷണൽ ഗെയിംസ് സംഘാടകരുടെ കെടുകാര്യസ്ഥതയുടെ കൂടുതൽ തെളിവുകൾ പുറത്ത്. ലക്ഷങ്ങളുടെ സൈൻ ബോർഡുകൾ മൂലയിൽ. നാദാപുരം തൂണേരിയിൽ ഉണ്ടായ അക്രമത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സംഭവസ്ഥലം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സന്ദർശിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material. പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.